ഭാഗ്യവചനധാരയുടെ എല്ലാ ശ്രോതാക്കൾക്കും ത്രിയേക ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹവന്ദനം. ക്രിസ്തീയ ജീവിതം യേശു ക്രിസ്തുവിനെയും യേശു ക്രിസ്തുവിന്റെ നിത്യജീവന് ആധാരമായ വചനങ്ങളെയും അടിസ്ഥാനമാക്കിയാണല്ലോ. നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ദൈവ ഇഷ്ടത്തിന് നാം വിധേയപ്പെടുന്നു എങ്കിൽ നമ്മുടെ എല്ലാ ആവശ്യങ്ങളിലും പ്രശ്നങ്ങളിലും ദൈവപ്രവൃത്തി വെളിപ്പെടുക തന്നെ ചെയ്യും. ദൈവ ഇഷ്ടം ചെയ്യുവാനുള്ള കൃപ നൽകി നീതിയുടെ പാതയിൽ ദൈവം അനുദിനം നമ്മെ നടത്തും. സർവശക്തനായ ദൈവം എല്ലായ്പ്പോഴും എന്നോട് കൂടെയുണ്ടെന്ന ബോധവും തിരിച്ചറിവും വിശ്വാസവും നമ്മെ ഏറെ ശക്തീകരിക്കുന്നതാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിൻ്റെ 8-ാം അധ്യായം 29-ാം വാക്യത്തിൽ യേശു ക്രിസ്തുവിൻ്റെ പിതാവിലുള്ള ആശ്രയം വെളിപ്പെടുത്തുന്നത് ഇപ്രകാരമാണ്: എന്നെ അയച്ചവർ എന്നോട് കൂടെയുണ്ട്. ഞാൻ എല്ലായ്പ്പോഴും അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് അവൻ എന്നെ ഏകനായി വിട്ടിട്ടില്ല. പ്രിയ ദൈവമക്കളെ, നമുക്ക് ധൈര്യമായി പറയാം, എന്നെ വീണ്ടെടുത്തവൻ, എൻ്റെ രക്ഷകൻ, എൻ്റെ പാപങ്ങൾക്ക് പരിഹാരമായി ക്രൂശിൽ യാഗമായി തീർന്നവൻ എന്നോട് കൂടെയുണ്ട്. ഞാൻ അവനെ സ്നേഹിക്കുകയും അറിയുകയും അവൻ്റെ വചനം പ്രമാണിച്ച് അവന് പ്രസാദകരമായത് ചെയ്യുന്നത് കൊണ്ട് അവൻ എന്നെ ഏകനായി വിടുകയില്ല. എൻ്റെ എല്ലാ ആവശ്യങ്ങളിലും സഹായകനായി എൻ്റെ കർത്താവായവൻ എന്നോട് കൂടെയുണ്ട്. യേശുവിൻ്റെ ഈ വചനം കേട്ട് പലരും അപ്പോൾ തന്നെ അവനിൽ വിശ്വസിച്ചു എന്ന് 8-ാം അധ്യായത്തിൻ്റെ 30-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. പ്രിയ ദൈവമക്കളെ, നാം യേശു ക്രിസ്തുവിനൊപ്പമായാൽ നമ്മെ കേൾക്കുന്നവരും അറിയുന്നവരും യേശുവിനെ അറിയുന്നവരും അവനിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കുന്നവരുമായി തീരും. എന്നെ കരുതുന്ന കർത്താവ് എൻ്റെ കൂടെയുണ്ട് എന്ന ബോധം അവരുടെ ജീവിതത്തിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം ഏകാന്തതയാണല്ലോ. സഹായത്തിന് ആരുമില്ലാത്ത അവസ്ഥ. കർത്താവ് എൻ്റെ കൂടെയുണ്ട് എന്ന തിരിച്ചറിവ് ഒരു വലിയ ആശ്വാസമാണ് നമുക്ക് നൽകുന്നത്. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 31-ാം വാക്യം ഇപ്രകാരമാണ് നാം വായിക്കുന്നത്: തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു, എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരായി. യേശുവിൽ വിശ്വസിച്ച ഈ യഹൂദന്മാരാണ് ആദ്യത്തെ ക്രിസ്തീയ വിശ്വാസികൾ. അന്ന് ക്രിസ്തീയ വിശ്വാസം ഒരു മതമായി മാറിയിരുന്നില്ല. യേശു നൽകിയ നിത്യജീവന്റെ വചനത്തിൽ ആകൃഷ്ടരായി യേശുവിനൊപ്പം കൂടിയ യഹൂദന്മാർ യഹൂദ മത ആചാര അനുഷ്ഠാനങ്ങളും ആചരിക്കുന്നതിനോടൊപ്പം ക്രിസ്തു വചനം കേൾക്കുന്നതിനും ജീവിതം നവീകരിക്കുന്നതിനും ശ്രമിച്ചു വന്നു. യേശുവിൻ്റെ ക്രൂശീകരണത്തിനും ഉയർത്തെഴുന്നേൽപ്പിനും ശേഷം കർത്താവിൻ്റെ സഹോദരനായ യാക്കോബും യൂദായും മറ്റനേക യഹൂദന്മാരും നസ്രായ മാർഗത്തിലേക്ക് എത്തി. അവർ ഒരു കൂട്ടമായി കൂടി വന്നു. വിശ്വാസികൾ, ശിഷ്യന്മാർ, സഹോദരന്മാർ, വിശുദ്ധന്മാർ എന്നിങ്ങനെ ഈ കൂട്ടത്തെ പല പേരിലാണ് വിളിച്ചു വന്നത്. യഹൂദന്മാർ ഈ കൂട്ടത്തെ മതഭേദം എന്ന് വിളിച്ചു. AD 40 കാലത്ത് പൗലോസും ബർണബാസും അന്ത്യോക്യയിലെ തെരുവീഥികളിൽ ചെയ്ത പ്രസംഗങ്ങളിൽ ക്രിസ്തു ക്രിസ്തു എന്ന് കൂടെ പറഞ്ഞത് കേട്ട് അന്ത്യോക്യർ ഈ കൂട്ടരെ ക്രിസ്ത്യാനികളെന്ന് പരിഹസിച്ച് വിളിച്ചു. അപ്പസ്തോല പ്രവർത്തികൾ 22-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ക്രിസ്തുവിൻ്റെ അനുയായികളായിരുന്നവർ ഇത് അംഗീകാരമായി കണ്ടു. സ്വയം അങ്ങനെ പറയാൻ തുടങ്ങി. അതിവേഗം ഈ സമൂഹം അങ്ങനെ ലോകമെല്ലാം അറിയാൻ തുടങ്ങി. തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു പറഞ്ഞത്, എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരായി എന്നാണ്. അബ്രഹാമിൻ്റെ സന്തതികളെന്ന് അഭിമാനിക്കുകയും ആരുടെയും ശിഷ്യരാകാൻ മനസ്സില്ലാത്തവരുമായ യഹൂദന്മാരോടാണ് യേശു പറഞ്ഞത്, എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ വാസ്തവമായി നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാകും എന്ന്. യേശു അവരോട് പറഞ്ഞതിൻ്റെ പൊരുൾ ഇപ്രകാരമാണ്: സ്വന്തം കഴിവിൻ്റെയും ധാരണയുടെയും തടവറയിൽ നിന്നും സ്വാതന്ത്ര്യം പ്രാപിക്കാതെ ദൈവവചനം സ്വീകരിക്കാനും അനുസരിക്കാനും അതിൽ നിലനിൽക്കാനും കഴിയില്ല. 32-ാം വാക്യം ഇപ്രകാരമാണ്: സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു. സത്യം അറിയുക എന്നത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. സത്യദൈവത്തിൻ്റെ വചനം കേൾക്കുകയും അറിയുകയും അനുസരിക്കുകയും വേണം. അത് മാത്രമാണ് സത്യം. ദൈവവചനത്തിൽ പുത്രത്വമുണ്ട്, വീണ്ടെടുപ്പുണ്ട്, നിത്യജീവനുണ്ട്. ഈ സത്യം നമ്മുടെ സ്വാർത്ഥ താല്പര്യത്തിൻ്റെയും സ്വന്തം കഴിവിൻ്റെയും സ്വന്തം അറിവിൻ്റെയും പാപബന്ധനത്തിൻ്റെയും അഹന്തയുടെയും തടവറയിൽ നിന്നും സ്വാതന്ത്ര്യം നൽകും. ഞാൻ എന്തൊക്കെയോ ആണെന്ന് ചിന്തയാണ് ഏറ്റവും വലിയ പാപം.
പാപം ചെയ്യുന്നവനെല്ലാം പാപത്തിന്റെ ദാസൻ എന്ന് 34 വാക്യത്തിലും, പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും എന്ന് 36 വാക്യത്തിലും യേശു പറയുന്നു. പ്രിയ ദൈവമക്കളെ, നാം ദൈവവചനം കേൾക്കുന്നവരും അനുസരിക്കുന്നവരും അതിൽ നിലനിൽക്കുന്നവരുമായിരിക്കാൻ കർത്താവ് കൃപ നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ചുരുക്കട്ടെ. എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ.